ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൂവി എക്സ്പ്ലെയിനർ. നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് 19th ഫ്ലോർ എന്ന സീരീസിന്റെ 18ാമത്തെ എപ്പിസോഡാണ്. ഇതിന് മുമ്പത്തെ എപ്പിസോഡുകൾ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്നാൽ പിന്നെ നമുക്ക് കഥയിലോട്ട് പോയാലോ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഹീറോയിൻ ഏതോ ഒരു റൂമിൽ കണ്ണ് തുറക്കുകയാണ്. പേടിക്കണ്ട, അത് വേറൊരു റൂമല്ല, ഹീറോയിന്റെ മുത്തശ്ശിയുടെ വീടാണ് കേട്ടോ. അങ്ങോട്ട് പെട്ടെന്ന് തന്നെ മുത്തശ്ശിയുടെ കയറി വന്നിട്ട് ഹീറോയിന്റെ അടുത്ത് സംസാരിക്കുകയാണ്. അതായത് ഹീറോയിൻ എങ്ങനെ മുത്തശ്ശിയുടെ വീട്ടിൽ വന്നെന്ന് നമുക്കൊരു സംശയം കാണത്തില്ലേ, അത് മുത്തശ്ശി പറഞ്ഞു കൊടുക്കുകയാണ്. ഹീറോയിനെ രണ്ട് പെൺപിള്ളാരാണ് കൊണ്ടുവന്നത്. അതായത് ഹീറോയിന് തല ഇറങ്ങി വീണെന്നും പറഞ്ഞിട്ടാണ് മുത്തശ്ശിയുടെ വീട്ടിൽ ഹീറോയിനെ കൊണ്ടുവന്നത്. അത് രണ്ട് പെൺപിള്ളാരാണ്. അത് വേറെ ആരുമല്ല, TNG സയൻസ് ആൻഡ് ടെക്നോളജിയിലെ എംപ്ലോയീസ് ആയിരിക്കണം, അല്ലെങ്കിൽ അവർ നിയമിച്ച ആൾക്കാരായിരിക്കണം. അപ്പൊ ഈ ഹീറോയിൻ എണീച്ച നേരം തൊട്ട് തന്നെ അവർക്ക് നല്ല തലവേദന ഉണ്ട് കേട്ടോ. കാരണം വേറൊന്നുമല്ല, ആ തലയിലുള്ള ചിപ്പിന്നാണ് ഓരോ കാര്യങ്ങളും അവരുടെ സെക്യൂരിറ്റി സിസ്റ്റത്തിലോട്ട് അവർ ഡൗൺലോഡ് ചെയ്തെടുത്തത്, അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തെടുത്തത്. അപ്പോൾ തലയിൽ നല്ല വേദനയുണ്ട്. എന്തായാലും ഹീറോയിൻ മുത്തശ്ശീനെ അവിടെ നിന്ന് പുറത്താക്കുകയാണ്. മുത്തശ്ശിയോട് പറയാണ്, എന്റെ ഉറക്കം ശരിയായില്ല, എനിക്ക് ഉറങ്ങണമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശീനെ അവിടെ നിന്ന് പറഞ്ഞു വിടാണ് റൂമിൽ നിന്ന്. ഇതിനുശേഷം ഹീറോയിൻ ഫോൺ എടുത്തിട്ട് ഹീറോയെ വിളിക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ എപ്പിസോഡിൽ ഹീറോയിന് ഒരു വാട്ടർ ടാങ്കിൽ ഇട്ടില്ലായിരുന്നോ, അവനെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കിയില്ലായിരുന്നു. അതിനുശേഷം എന്താ നടന്നതെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അപ്പൊ ഈ ഫോൺ വിളിക്കുന്ന സമയത്ത് തന്നെ നമ്മളെ കുറച്ച് ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ എപ്പിസോഡിൽ എന്താ നടന്നതെന്നുള്ള കാര്യമാണ് കാണിക്കുന്നത്. അതായത് കഴിഞ്ഞ എപ്പിസോഡിൽ ഹീറോയിനൊക്കെ കളി ജയിച്ചിട്ടും ഹീറോനെ ആ ചില്ലും കുപ്പിന്ന് പുറത്തെടുക്കാൻ പറ്റിയില്ല. അവൻ അതിനകത്ത് ശ്വാസം മുട്ടി കിടക്കുകയായിരുന്നു. എന്തായാലും ആ ബോസ് ചെയ്തത് വളരെയധികം ക്രൂരതയായിപ്പോയി. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. അപ്പൊ എന്താ ചെയ്തതെന്ന് അറിയാമോ ഇവര്? അതായത് ഇൻഫ്ലുവൻസർ പെൺകുട്ടി ഓടിപ്പോയിട്ട് ആ ബോംബില്ലായിരുന്നോ സൈക്കിളിൽ ഘടിപ്പിച്ചിരുന്ന ആ ബോംബും അതിന്റെ റിമോട്ടും എടുത്തുകൊണ്ട് വരികയാണ്. എന്നിട്ട് ആ ചില്ലും കുപ്പി തുറക്കാത്തതുകൊണ്ട് തന്നെ അതിന്റെ കീഴിൽ ആ ബോംബ് സെറ്റ് ചെയ്യാണ്. എന്നിട്ട് എല്ലാരും കൂടെ ഒരു സൈഡിൽ പോയി ഒളിച്ചു നിൽക്കുകയാണ്. ഇതേ നേരം തന്നെ ഹീറോയിനാണ് ആ റിമോട്ട് ഞെക്കുന്നത്. ആ റിമോട്ട് ഞെക്കുന്ന നേരം ആ വാട്ടർ ടാങ്ക് പൊട്ടിയിട്ട് ചില്ലെല്ലാം പല വഴിക്ക് തെറിച്ചു പോവാണ് കേട്ടോ. കൂടെ ആ വെള്ളവും പോവും, ഹീറോയും പുറത്ത് വരും. അപ്പൊ ഇത് കണ്ട നേരത്ത് ആ ബോസ് വരെ ഞെട്ടിപ്പോയി. ബോസ് പോലും വിചാരിച്ചില്ല അവരെന്തായാലും ഇങ്ങനെ ആ വാട്ടർ ടാങ്ക് ബോംബ് വെച്ച് പൊളിച്ചിട്ട് ഹീറോയിനെ രക്ഷിക്കുമെന്ന്. അപ്പൊ ഇത് കണ്ട ബോസ് വരെ ഞെട്ടുന്നുണ്ട് കേട്ടോ. എന്തായാലും ഹീറോയിനും അങ്കിളും ഇൻഫ്ലുവൻസർ പെൺകുട്ടിയും ഷോർട്ട് ഹെയറും ഫാൻ ബോയും എല്ലാരും ഹീറോ വയ്യാതെ കിടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് ഓടി ചെല്ലുകയാണ് കേട്ടോ. അവനെ മറിച്ചിടുന്ന നേരത്ത് അവൻ അനക്കൊന്നുമില്ല, അവൻ മരിച്ചെന്നാ തോന്നുന്നത്. പക്ഷെ ഹീറോയിൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല കേട്ടോ. അവളാണെങ്കിൽ CPR കൊടുത്ത് നോക്കുന്നുണ്ട്, നെഞ്ചത്ത് ഞെക്കി നോക്കുന്നുണ്ട്, ശ്വാസം കൊടുത്ത് നോക്കുന്നുണ്ട്, പല വിധേന അവനെ രക്ഷിക്കാൻ നോക്കുകയാണ്. പക്ഷെ ഉണ്ടല്ലോ, ആ വലിയ പാവയില്ലേ, ആ പാവ വിളിച്ച് പറയാണ്, നിങ്ങളെല്ലാം ഗെയിം ജയിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് റിയൽ ലൈഫിലോട്ട് പോവാന്ന്. പക്ഷെ ഹീറോയിൻ പറയാണ്, ഒരിക്കലും ഇല്ല, ഇപ്പൊ പോവാൻ പറ്റത്തില്ല, ഹീറോന്റെ കാര്യം എന്താവുമെന്ന്. അതും പറഞ്ഞ് ഹീറോയിൻ കരഞ്ഞോണ്ട് തന്നെ അവന് ശ്വാസം കൊടുക്കുകയാണ് കേട്ടോ. അതുമാത്രല്ല, അവന്റെ നെഞ്ചത്തൊക്കെ നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഹീറോ ബോധത്തിലോട്ട് വരികയാണ്. അതായത് ഗെയിമിൽ നിന്ന് റിയൽ ലൈഫിലോട്ട് പോണതിന് തൊട്ട് മുമ്പാണ് ഹീറോ ജീവനോടെ തിരിച്ചു വന്നിരുന്നത്. എന്തേലും ഒരു പ്രശ്നം അല്ലെങ്കിൽ എന്തേലും കുറച്ച് സമയത്തിന് വ്യത്യാസം വന്നിരുന്നെങ്കിൽ ഹീറോ ഉറപ്പായിട്ടും കോമയിൽ പോയേനെ. അതിൽ നിന്നാണ് ഹീറോ രക്ഷപ്പെട്ടു വന്നേക്കുന്നത്. ഈ ഫ്ലാഷ് ബാക്ക് ആണ് നമ്മളെ കാണിക്കുന്നത്. ഇതേ നേരം തന്നെ ഹീറോനെ ഫോൺ വിളിച്ചില്ലായിരുന്നു. ഹീറോ ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. അവൻ കോമയിൽ പോയിട്ടില്ല, അവൻ റിയൽ ലൈഫിൽ ജീവനോടുണ്ട്. അപ്പൊ ഹീറോ ഫോൺ എടുത്തിട്ട് ഹീറോയിനോട് നന്ദി പറയുന്നുണ്ട് കേട്ടോ. എന്നാലും ഹീറോയിൻ പറയും, അതൊന്നും സാരമില്ല, നീയും എന്നെ പലതവണ രക്ഷിച്ചിട്ടുണ്ടല്ലോ, ഇതൊക്കെ ഫ്രണ്ട്സ് ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ളതാ, അത് സാരമില്ല. ഇതും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യാണ് കേട്ടോ. ഇതിനുശേഷം ഹീറോ അവന്റെ ലാപ്ടോപ്പിന്റെ ഫ്രണ്ടിൽ പോവാണ്. അവന്റെ ഓൺലൈൻ ഫ്രണ്ടിന് മെസ്സേജ് അയക്കുകയാണ്. എന്നിട്ട് ഓൺലൈൻ ഫ്രണ്ടിനോട് പറയാണ്, TNG സയൻസ് ആൻഡ് ടെക്നോളജി കമ്പനിക്കാര് നമ്മളെ പറ്റിച്ച് നമ്മളെ കൊല്ലാൻ നോക്കി വീണ്ടും ആ ഗെയിമിലോട്ട് കൊണ്ടുപോയി. ഇത് കേട്ട ഓൺലൈൻ ഫ്രണ്ട് പറയാണ്, ഞാൻ പറയുന്ന രഹസ്യങ്ങളൊന്നും നീ പുറത്ത് പറയാൻ പാടില്ല, അങ്ങനെ പുറത്ത് പറയുകയാണെങ്കിൽ എന്റെ ജീവൻ അത് ആപത്താണ്, അതും കൂട്ടുകാരോട് പോലും പറയാൻ പാടില്ല. ഇതും പറഞ്ഞിട്ട് ഓൺലൈൻ ഫ്രണ്ട് ഓൺലൈനിൽ നിന്ന് പോവുകയാണ് കേട്ടോ. ഇതേ നേരം തന്നെ ഹീറോ ഓൺലൈൻ ഫ്രണ്ടിന് മെസ്സേജ് അയക്കുന്നുണ്ട്, എന്റെ കൂട്ടുകാരടുത്ത് പറയാമോ. അതായത് ഹീറോയിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഹീറോയിൻ എല്ലാത്തിനും കൂടെ കാണും, അതായത് അവള് ചതിക്കത്തുമില്ല. അപ്പം അവരുടെ അടുത്ത് പറയാമോ എന്നാണ് ഹീറോ മെസ്സേജ് അയച്ച് ആ ഓൺലൈൻ ഫ്രണ്ടിന്റെ അടുത്ത് ചോദിക്കുന്നത്. അപ്പൊ ഈ ഓൺലൈൻ ഫ്രണ്ട് ഓൺലൈനിൽ നിന്ന് പോയല്ലോ, അതുകൊണ്ട് തന്നെ ഓൺലൈൻ ഫ്രണ്ട് അത് കാണുന്നില്ല. ഇതിനുശേഷം ഹീറോയിന്റെ മുത്തശ്ശിയെ കാണിക്കുകയാണ് കേട്ടോ. മുത്തശ്ശിയാണെങ്കിൽ ആ TNG സയൻസ് ആൻഡ് ടെക്നോളജിന്ന് കുറച്ച് ഐറ്റംസ് പാഴ്സൽ അയച്ച്, ഒരു ഹെഡ് മസാജർ ആണ്, അതെടുത്ത് മുത്തശ്ശി തലേ വെക്കാൻ നിൽക്കുന്ന നേരം ഹീറോയിൻ അങ്ങോട്ട് ഓടി വരികയാണ് കേട്ടോ. എന്നിട്ട് മുത്തശ്ശിയെ ചീത്ത പറയാണ്, ഇതെന്തിനാണ് എടുത്ത് തലേ വെക്കുന്നത്, ഇപ്പൊ എന്തായാലും ആയിരുന്നെങ്കിലോ മര്യാദയ്ക്ക് അതെടുത്ത് തറയെ വെക്കാൻ. ഇതും പറഞ്ഞിട്ട് നിൽക്കുന്ന നേരം ഈ മുത്തശ്ശി പറയുന്നുണ്ട്, ഇതെനിക്ക് ഒരു കൊറിയർ ബോയ് കൊണ്ടു തന്നതാ, ആ കൊറിയർ ബോയ് ഇപ്പൊ അങ്ങോട്ട് പോയുള്ളെന്ന്. ഇത് കേട്ട ഹീറോയിൻ ആണെങ്കിൽ മുത്തശ്ശിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഒരിക്കലും ആ മെഷീൻ എടുത്ത് തലയെ വെക്കില്, ഞാൻ ഇപ്പം വരാം. ഇതും പറഞ്ഞ് ഹീറോയിൻ പുറത്തോട്ടിറങ്ങി ഓടുകയാണ് കേട്ടോ. നേരെ ചെല്ലുന്നത് ആ കൊറിയർ ബോയിയുടെ പിറകെയാണ്. എന്നാൽ കൊറിയർ ബോയ് ഒരുപാട് ഫ്രണ്ടിലോട്ട് പോയി അവള് വിളിക്കുന്നത് കേൾക്കുന്നുമില്ല. അങ്ങനെ കൊറിയർ ബോയെ കിട്ടാതെ അവിടെ നിൽക്കുന്ന നേരം അവളുടെ ഫോണിലോട്ട് ഒരു മെസ്സേജ് വരികയാണ്. അതായത് വേറെ ആരുമല്ല, നമ്മുടെ ഷോർട്ട് ഹെയർ ആണ്. ഷോർട്ട് ഹെയർ വിളിച്ചിട്ട് പറയാണ്, എന്റെ അനിയത്തിക്ക് ഒരു പാഴ്സൽ വന്നിട്ടുണ്ട്, അതായത് TNG സയൻസ് ആൻഡ് ടെക്നോളജിക്കാര് ഓരോരുത്തർക്കും പാഴ്സൽ അയച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. ഇതിനുശേഷം എല്ലാരും ക്യാൻറ്റീനിൽ ഇരിക്കുകയാണ്. എല്ലാരും ഉണ്ട്, ഗെയിം
ഗെയിം കളിക്കുന്ന എല്ലാവരും. എന്നിട്ട് അവരൊരു ഓരോ കാര്യങ്ങൾ പറയാണ്. എല്ലാവരുടെ വീട്ടിലോട്ടും ഓരോ സാധനങ്ങൾ അയച്ചിട്ടുണ്ട്, ഓരോരുത്തരുടെ ഫാമിലിയിലോട്ട്. അതായത് ഫാൻ ബോയുടെ അച്ഛനും എന്തോ സാധനങ്ങൾ അയച്ചിട്ടുണ്ട്, ഷോർട്ട് ഹെയറിന്റെ അനിയത്തിക്ക് അയച്ചിട്ടുണ്ട്, ഇൻഫ്ലുവൻസർ പെൺകുട്ടിയുടെ ബ്രദറിന് അയച്ചിട്ടുണ്ട്, പിന്നെ അങ്കിളിന്റെ വൈഫിന് അയച്ചിട്ടുണ്ട്, ഹീറോയിന്റെ മുത്തശ്ശിക്ക് അയച്ചിട്ടുണ്ട്. പിന്നെ ഹീറോയ്ക്ക് എന്താ അയച്ചതെന്ന് അറിയത്തില്ല, എന്നാലും ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ അയച്ചതാണ്. ഇൻഫ്ലുവൻസർ പെൺകുട്ടിയുടെ ബ്രദറിന് ഒരു വാച്ചാണ് കേട്ടോ അയച്ചത്. അത് ഇൻഫ്ലുവൻസർ പെൺകുട്ടി ബ്രദറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊന്നും എടുത്ത് കൈ കെട്ടല്, അതൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞോണം. അപ്പൊ അവരവിടെ നിന്ന് സംസാരിക്കുന്ന നേരം ഇൻഫ്ലുവൻസർ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, ഇനി ഗെയിമിലോട്ട് കടക്കാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന്. ഇത് കേട്ട ഷോർട്ട് ഹെയറിന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഷോർട്ട് ഹെയർ പറയാണ്, നമ്മളെ പോലെ വേറെ കുറെ ആൾക്കാർ ഗെയിം കളിച്ചിട്ട് കോമയിൽ പോയിട്ടുണ്ട്, അവരെ തിരിച്ചു കൊണ്ടുവരണ്ടേ, അവരെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഗെയിം ഫുള്ള് കംപ്ലീറ്റ് ആകണം. അതുകൊണ്ട് ഗെയിം കളിക്കാതിരിക്കാനുള്ള കാര്യങ്ങളൊന്നും നോക്കണ്ട, നമ്മൾ എന്തായാലും ഗെയിം കളിക്കും. ഇതും പറഞ്ഞിട്ട് ഷോർട്ട് ഹെയർ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇതിനുശേഷം ബോസിനെയും എംപ്ലോയിനെയും കാണിക്കുകയാണ്. അവര് ആ കമ്പനിയിൽ ഇരുന്നിട്ട് കഴിഞ്ഞ എപ്പിസോഡിലെ ഗെയിം എല്ലാം റീവൈൻഡ് അടിച്ച് കാണുകയാണ്. ഇതേ നേരം തന്നെ ബോസ് പറയുന്നുണ്ട്, ഹീറോന്റെ കാര്യമാണ് പറയുന്നത്, അവനെ ഒന്ന് നോക്കി വെച്ചോണം, അവൻ എന്തുകൊണ്ടാണ് ആ ഫിഷ് ടാങ്കിൽ നിന്ന് പുറത്തിറങ്ങാത്തത് എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചിട്ട് എംപ്ലോയി എടുത്ത് പറയാണ്. അതായത് ഹീറോന് ഒരു ടാർഗറ്റ് ആക്കി വെക്കണമെന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം ഹീറോയ്ക്ക് ഹീറോയിന് ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ആ ബോംബുള്ള റിമോട്ട് ഞെക്കാതെ എടുത്ത് കളഞ്ഞത്. ഇത് ബോസിന് അറിയത്തില്ലല്ലോ. ഇതിനുശേഷം ഹീറോയിനെ കാണിക്കുകയാണ്. ഹീറോയിൻ ഹോസ്റ്റൽ റൂമിൽ ഇരിക്കുകയാണ് കേട്ടോ. ഹീറോയിന് അച്ഛന്റെ വർക്ക് സ്പേസിൽ പോയപ്പം ഒരു ഫോട്ടോ കിട്ടിയില്ലായിരുന്നോ, ആ ഫോട്ടോ എടുത്തോണ്ട് വന്നില്ലായിരുന്നോ, ആ ഫോട്ടോ നോക്കിയിരിക്കുകയാണ് കേട്ടോ. ഇതേ നേരം ആ ഫോട്ടോ തപ്പി ലാസ്റ്റ് അതിന്റെ ബാക്ക് തുറന്നു നോക്കുന്ന സമയത്ത് അതിന്റെ ബാക്കിൽ നിന്ന് ഒരു ചാവി കിട്ടുകയാണ്, ഒരു ചെറിയൊരു ചാവി, എന്താണെന്നറിയില്ല, അത് നോക്കി നിൽക്കുകയാണ്. ഇതേ നേരം നമ്മളെ വേറൊരു കാര്യം കാണിക്കുന്നുണ്ട്. അതായത് ഫാൻ ബോയ് ആണെങ്കിൽ ഷോർട്ട് ഹെയറിന് വേണ്ടിയിട്ട് മറ്റേ ആ ക്യാൻറ്റീനിൽ കസേരയിൽ ചാരുന്ന സാധനം ഇല്ല, അതുകൊണ്ട് തന്നെ ഷോർട്ട് ഹെയറിന് ഇരിക്കാനായിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ചെയർ സെറ്റ് ചെയ്യാണ്. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് വേറെ കുറെ സ്റ്റുഡൻസ് അവിടെ നിൽപ്പുണ്ട് കേട്ടോ. എന്നിട്ട് ആ സ്റ്റുഡൻസ് എല്ലാം ഇവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. ഇതേ നേരം അങ്ങോട്ട് ഷോർട്ട് ഹെയർ വരുവാണ് കേട്ടോ. ഷോർട്ട് ഹെയർ വരുന്ന നേരത്ത് ഈ ഫാൻ ബോയ് ആണെങ്കിൽ അവളോട് ചിരിച്ചുകൊണ്ടാണ് ചെല്ലുന്നത്, എന്നാൽ അവൾ ദേഷ്യപ്പെടുകയാണ്. അവനോട് ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് പോവുകയാണ്. കാരണം എന്താണെന്ന് മനസ്സിലായി കാണുമല്ലേ, അവക്ക് ആരും അവളെ ഒരു രോഗിയായിട്ട് കാണുന്നത് ഇഷ്ടമല്ല, അതാണ്. എന്തായാലും ഇത് കണ്ട നേരത്ത് ഫാൻ ബോയ്ക്ക് ചെറിയൊരു വിഷമാവുന്നുണ്ട് കേട്ടോ. അവൻ അത്രയും കഷ്ടപ്പെട്ടിട്ടല്ലേ ആ കസേര എല്ലാം റെഡിയാക്കിയത്. എന്തായാലും ഇൻഫ്ലുവൻസർ പെൺകുട്ടി നേരെ ദേഷ്യപ്പെട്ട് വരുന്നത് ഹീറോയിൻ ഇരുന്ന ആ ഹോസ്റ്റൽ റൂമിലാണ്. എന്നിട്ട് അവളുടെ കസേരയിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഇതേ നേരം ഹീറോയിൻ അവിടെ ആ ചാവി നോക്കിയിരിപ്പുണ്ട്, ഇത് എന്തിന്റെ ചാവിയാണെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഷോർട്ട് ഹെയറിന്റെ ടേബിളിൽ നോക്കുന്ന നേരത്ത് ഒരു ബോക്സ് ഉണ്ട് കേട്ടോ, ഒരു ഗിഫ്റ്റ് പെട്ടി. അപ്പൊ ഷോർട്ട് ഹെയർ ചോദിക്കുന്നുണ്ട്, ഇത് ഫാൻ ബോയ് അയച്ചു തന്നെയാണോ. എന്നിട്ട് ആ പെട്ടി എടുത്ത് ദൂരോട്ട് എറിയാണ് കേട്ടോ. എന്തായാലും ഇച്ചിരി കഴിഞ്ഞ നേരത്ത് ആ പെട്ടി വീണ്ടും എടുക്കുകയാണ്. എന്നിട്ട് അത് തുറന്നു നോക്കുകയാണ്. ആ പെട്ടിയിൽ വേറൊന്നുമല്ല, ഒരു ഡയറിയാണ്. പക്ഷെ ആ ഡയറിയിലുണ്ടല്ലോ ഒരു പൂട്ടിട്ടുണ്ട്, പിന്നെ ഒരു ചാവിയുണ്ട്. ഇത് കണ്ട ഹീറോയിന് എന്തോ സ്ട്രൈക്ക് ആവുകയാണ് കേട്ടോ. ഹീറോയിൻ നേരെ ചെന്നിട്ട് ആ ഡയറിയുടെ ബ്ലോക്ക് തുറക്കുകയാണ്. എന്നിട്ട് ഷോർട്ട് ഹെയറിന് തന്നെ ആ ഡയറി കൊടുക്കുകയാണ്. ഇതിനുശേഷം പെട്ടെന്ന് തന്നെ ഈ ഹീറോയിൻ ആണെങ്കിൽ ആ റൂമിൽ നിന്ന് ഇറങ്ങി എങ്ങോട്ടോ പോവുകയാണ് കേട്ടോ, എന്തോ മനസ്സിൽ കത്തിയ രീതിയിൽ. എന്തായാലും ആ ഡയറിയിൽ എന്തോ എഴുതിയെന്ന് കാണിക്കുകയാണ്. അത് വേറെ ആരും കൊടുത്ത ഡയറി അല്ല കേട്ടോ, അത് ഇൻഫ്ലുവൻസർ പെൺകുട്ടി ഷോർട്ട് ഹെയറിന് വേണ്ടിയിട്ട് എഴുതിയ ഒരു ഡയറിയാണ്. അതായത് ഇൻഫ്ലുവൻസർ പെൺകുട്ടിക്ക് അവളുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ എന്തോ പോലെ, കൂട്ടുകാരല്ലല്ലോ, അപ്പൊ കൂട്ടുകാരാവണേ മുമ്പുള്ള ഒരു സ്റ്റേജ് ആണത്, ഒരു ഷൈ ടൈപ്പ് എന്നൊക്കെ പറയാം. അതുകൊണ്ട് തന്നെ അവള് ഡയറിയിൽ എഴുതിയിട്ട് ഷോർട്ട് ഹെയറിനോട് ചോദിക്കുകയാണ് എന്റെ ഫ്രണ്ട് ആവോന്ന്. അപ്പൊ ഇതിന് ഷോർട്ട് ഹെയർ മറുപടി എഴുതുന്നുണ്ട് കേട്ടോ, നമ്മൾ ആ ഗെയിമിൽ വെച്ച് ഓൾറെഡി ടീംമേറ്റ്സ് ആണ്, പിന്നെ ഞാൻ നിങ്ങളെ ടീംമേറ്റ്സ് ആയിട്ടല്ല കണ്ടിട്ടുള്ളത്, എന്റെ ഫ്രണ്ട്സ് ആയിട്ടാണ്, അതുകൊണ്ട് നമ്മൾ ഓൾറെഡി ഫ്രണ്ട്സ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് കാണുന്ന ഇൻഫ്ലുവൻസർ പെൺകുട്ടിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ, ഒരു പുതിയ ഫ്രണ്ടിനെ അല്ലേ കിട്ടിയിരിക്കണത്. എന്തായാലും നമ്മുടെ ഹീറോയിനെ കാണിക്കുകയാണ്. ഹീറോയിൻ വേറെ എങ്ങോട്ടും അല്ല കേട്ടോ വന്നത്. ഹീറോയിൻ വന്നേക്കുന്നത് പുള്ളിക്കാരിയുടെ അച്ഛന്റെ വർക്ക് സ്പേസിലാണ്. അവിടെ എന്തെങ്കിലും ഡയറി കാണും, അതിന്റെ പൂട്ടാന്ന് വിചാരിച്ചിട്ടാണ് വന്നേക്കുന്നത്. അവിടെ മൊത്തം തപ്പാണ് എന്തെങ്കിലും ഡയറി ഉണ്ടോന്ന്. അങ്ങനെ തപ്പിയിട്ടൊന്നും കിട്ടാത്തതുകൊണ്ട് അവിടെ ഇരുന്നൊരു കസേരയിൽ ഇരിക്കുകയാണ്, തളന്നിട്ടിരിക്കുകയാണ്. കാരണം ഇത്രയും തപ്പിയിട്ടും ആ ഡയറി കിട്ടിയില്ലല്ലോ. അങ്ങനെ അവിടെ ഇരിക്കുന്ന നേരത്ത് തൊട്ട് സൈഡിൽ വലിയൊരു ബുക്കാണ്, നല്ല വലിപ്പമുള്ളൊരു ബുക്ക്. ആ ബുക്ക് എടുത്ത് തുറന്നു നോക്കുകയാണ് കേട്ടോ, ഒരു നീല ബുക്ക്. അപ്പൊ അതിനകത്താണെങ്കിൽ ഒരു ഡയറി ഉണ്ട്. ആ ഡയറി ആണെങ്കിൽ ലോക്ക്ഡ് ആണ്. ആ ഡയറിയുടെ ചാവിയാണ് ഹീറോയിന്റെ ഇരിക്കുന്നത്. അങ്ങനെ ഹീറോയിൻ അത് തുറന്നു നോക്കുകയാണ് കേട്ടോ. ആ ഡയറിയിൽ വേറൊന്നുമല്ല, അതിനകത്ത് ഹീറോയിന്റെ കുറെ കാര്യങ്ങളൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അതായത് അച്ഛൻ ഹീറോയിനെ കുറിച്ച് എഴുതിയിരിക്കുന്നതാണ്. ഈ ഡയറിക്ക് ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഈ ഡയറി കൊടുത്തത് ഹീറോയിൻ തന്നെയാണ്. അത് കുട്ടിക്കാലത്താണ് കേട്ടോ, അച്ഛന്റെ ബർത്ത്ഡേക്ക് കുട്ടിക്കാലത്ത് ഹീറോയിൻ കൊടുത്തതാണത് ആ ഡയറി. എന്തായാലും ഹീറോയിൻ ആ ഡയറി ഇരുന്ന് വായിക്കുകയാണ് കേട്ടോ. ആ ഡയറിയിൽ എഴുതിയിരിക്കുന്നത് എന്റെ മോളുടെ ബർത്ത്ഡേ ആണെന്ന്, അവള് നല്ല ജീനിയസ് ആയിട്ടുള്ള കുട്ടിയാണ്, അവളെ നന്നായിട്ട് എനിക്ക് വളർത്തണം എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അത് മാത്രമല്ല അവള് ഫസ്റ്റ് ആയിട്ട് ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചത് എഴുതിയിട്ടുണ്ട്. പിന്നെ ബ്ലോക്ക് ഗെയിമില് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു ഗെയിം കണ്ടില്ലേ, മറ്റേ പറക്കി മാറ്റുന്നത്, അങ്ങനെ ആ ഗെയിമിൽ ഹീറോയിൻ അച്ഛനായിട്ട് തോറ്റുപോയായിരുന്നു, അതൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതെല്ലാം വായിച്ചിരിക്കുന്ന നേരത്ത് കുറെ അങ്ങോട്ട് കഴിയുമ്പം ആ ഡയറിയിൽ ഒരു പരസ്പര ബന്ധം ഇല്ലാതാണ് എഴുതിയിരിക്കുന്നത്. ഹീറോയിന്റെ അച്ഛനാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. അച്ഛൻ എഴുതിയിട്ടുണ്ട്, എന്നെ കൊണ്ട് ടൈമിൽ പിറകിലോട്ട് സഞ്ചരിച്ച്
സഞ്ചരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ആ കാര്യം ഒരിക്കലും ചെയ്യത്തില്ല. അതായത് ഹീറോയിന്റെ അച്ഛന് എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ, അത് ബാക്കിലോട്ട് പോയി തിരുത്താൻ പറ്റിയാൽ കൊള്ളാന്ന് എഴുതിയിട്ടുണ്ട് ഡയറിയിൽ. അപ്പൊ ഈ ഹീറോയിൻ ആണെങ്കിൽ ഈ ഫ്ലാഷ് ബാക്ക് എല്ലാം വായിച്ച് കരയുന്നുണ്ടായിരുന്നു കേട്ടോ ഹീറോയിനെ പറ്റി എഴുതിയിരുന്നത്. ഹീറോയിന്റെ അച്ഛൻ എവിടെ പോയെന്ന് നമുക്കറിയില്ല, എന്തോ സംഭവം ഒന്നും അറിയില്ല. അപ്പൊ ഈ ഡയറിയിൽ കുറെ ഡേറ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന ദിവസത്തെ കുറിച്ചാണെന്ന്. ഇതിനുശേഷം ഫാൻ ബോയെ കാണിക്കുകയാണ് കേട്ടോ. ഫാൻ ബോയ് ക്യാൻറ്റീനിൽ നിൽക്കുകയാണ്. അവിടെ കുറച്ച് സ്റ്റുഡൻസ് ഇല്ലായിരുന്നോ, അതിലൊരുത്തൻ പറയാണ് നിനക്ക് നാണം ഇല്ലടാ ഒരു കാല് വയ്യാത്ത പെൺകുട്ടീനെ ഇഷ്ടപ്പെടാൻ, അവളെ നിന്നെ നന്നായിട്ട് അവോയ്ഡ് ചെയ്യുന്നുണ്ടെന്ന്. ഇത് കേട്ട സമയത്ത് ഫാൻ ബോയ്ക്ക് വളരെയധികം ദേഷ്യം വരികയാണ്. അവനാണെങ്കിൽ അവനെ അടിക്കാൻ പിടിക്കുകയാണ് കേട്ടോ. ഇതേ നേരം തന്നെ അങ്ങോട്ട് ഇൻഫ്ലുവൻസർ പെൺകുട്ടി വരികയാണ്. വഴക്ക് സോൾവ് ചെയ്തിട്ട് അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. അപ്പൊ ഇൻഫ്ലുവൻസർ പെൺകുട്ടി വന്നിട്ട് ഷോർട്ട് ഹെയറിനെ പറ്റിയാണ് ഫാൻ ബോയ് എടുത്ത് സംസാരിക്കുന്നത്. ഇതേ നേരം ഇത് കേട്ടിട്ട് 4 പയ്യന്മാർ അവിടെ നിൽപ്പുണ്ട്. അവന്മാരെയും വഴക്ക് പറഞ്ഞിട്ട് അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് ഇൻഫ്ലുവൻസർ പെൺകുട്ടി. ഇതിനുശേഷം ഹീറോയെ കാണിക്കുകയാണ്. ഹീറോ ക്ലാസ് എടുക്കുകയാണ് കേട്ടോ. ആ ക്ലാസ്സിൽ അങ്ങനെ നിന്ന് ഓരോ കുട്ടികൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന നേരം ഏതോ ഒരു കോട്ട് സ്യൂട്ട് ഇട്ട ആള് അവനെ ജനലിൽ കൂടെ ഒളിഞ്ഞു നോക്കാണ്. ഇത് ഹീറോ കാണുന്നുണ്ട് കേട്ടോ. എന്തായാലും പിന്നെ കാണിക്കുന്നത് ഫാൻ ബോയിനെയും ഇൻഫ്ലുവൻസർ പെൺകുട്ടീനെയാണ്. അവരാണെങ്കിൽ ആ കോളേജിന്റെ പരിസരത്തൂടെ നടന്നാണ് പോകുന്നത്. ഇതേ നേരം ഫോണിലോട്ട് മെസ്സേജ് വരികയാണ്. 2 ആളുടെ ഫോണിലോട്ടും വരുന്നുണ്ട്. അപ്പൊ അത് എന്തുവാന്ന് എടുത്ത് നോക്കുമ്പോഴാണ് അത് ഹീറോയാണ് കേട്ടോ. ഹീറോ പറയുന്നുണ്ട് ആരൊക്കെയോ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്, ഒന്ന് കെയർഫുൾ ആയിട്ട് ഇരിക്കണം, നിങ്ങൾ സൂക്ഷിച്ചോ, പിറകിലൊക്കെ ആരെങ്കിലും കാണുമെന്ന്. അപ്പൊ ഇൻഫ്ലുവൻസർ പെൺകുട്ടിയും ഫാൻ ബോയ് നോക്കുകയാണ് ചുറ്റും, പക്ഷെ ആരെ കാണുന്നില്ല. അതിനുശേഷം ഇവരാണെങ്കിൽ സാധാ രീതിയിൽ നോർമലായിട്ട് ബിഹേവ് ചെയ്തിട്ട് അവിടെ നിന്ന് പോവാണ്. കാരണം നോക്കുന്ന ആൾക്കാർക്ക് മനസ്സിലായാലോ ഇവർ കണ്ടുപിടിച്ചെന്ന്. അപ്പം ഇവരുടെ സംശയം ശരിയാണ് കേട്ടോ. ഇവരങ്ങോട്ട് നടന്നു പോകുന്ന നേരത്ത് നമ്മളെ കാണിക്കുന്നുണ്ട്, പക്ഷെ ഇവരെ കാണിക്കുന്നില്ല. അതായത് ഒരാള് അവരറിയാതെ ഫോളോ ചെയ്തു പോകുന്നുണ്ട്. ഇതിനുശേഷം ഹീറോ അവന്റെ ഹോസ്റ്റൽ റൂമിൽ നിൽക്കുന്ന നേരം അങ്ങോട്ട് സീനിയർ പെൺകുട്ടി വരികയാണ് കേട്ടോ. സീനിയർ പെൺകുട്ടിക്ക് എന്തോ പ്രോജക്റ്റിന്റെ ആവശ്യമുണ്ട്. അത് കേട്ട് മനസ്സിലാക്കാനാണ് ഈ സീനിയർ പെൺകുട്ടി ഹീറോന്റെ അടുത്തോട്ട് വന്നിരിക്കുന്നത്. അപ്പൊ സീനിയർ പെൺകുട്ടി ഡോറിന്റെ അവിടെ നിൽക്കുകയാണ് കേട്ടോ പുറത്ത്. ഇതേ നേരം ഹീറോയ്ക്ക് അവളെ അകത്തോട്ട് വിളിക്കാൻ മനസ്സ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ സീനിയർ പെൺകുട്ടി എന്തോ ഒരു അധികാരത്തോടെ ആ റൂമിലോട്ട് കയറി ചെല്ലുകയാണ് കേട്ടോ. പക്ഷെ ഹീറോയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. എന്നാലും അവന്റെ മുഖഭാവം വെച്ച് നമുക്കത് മനസ്സിലാകാം. പക്ഷെ അവൻ പുറത്ത് കാണിക്കുന്നില്ല കേട്ടോ അത്. അപ്പൊ അവരാണെങ്കിൽ ആ റൂമിലിരുന്ന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പഠിക്കുകയാണ്. ഇതേ നേരം അങ്ങോട്ട് ഹീറോയിൻ വലിയൊരു ബൈക്കിൽ വരികയാണ് കേട്ടോ. നല്ല CC കൂടിയ ഒരു ബൈക്കാണ്. അതിനകത്ത് വന്ന് ഇറങ്ങുകയാണ്. ഇതേ നേരമാണ് അവളുടെ ഫോണിലോട്ട് കുറെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അതായത് നേരത്തെ ഹീറോയും ഇൻഫ്ലുവൻസർ പെൺകുട്ടിയും ഫാൻ ബോയും ചാറ്റ് ചെയ്തതാണ്. ആരോ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അവൾ അതിൽ നിന്ന് മനസ്സിലാക്കുകയാണ്. എന്നിട്ട് അവളുടെ ചുറ്റും നോക്കുകയാണ് ആരെങ്കിലും അവളെ ഫോളോ ചെയ്യുന്നുണ്ടോ. പക്ഷെ ആരും ഫോളോ ചെയ്യുന്നില്ല കേട്ടോ. ഇതിനുശേഷം ഹീറോയിൻ ബൈക്കൊക്കെ പാർക്ക് ചെയ്തിട്ട് നേരെ കയറി ചെല്ലുന്നത് ഹീറോയിന്റെ റൂമിലാണ്. ഹീറോ റൂം അടച്ചിട്ടില്ല കേട്ടോ, ചാരിയിട്ടേ ഉള്ളൂ. അപ്പൊ ഹീറോയിൻ ചെന്ന് ഡോറിൽ കൊട്ടാണ്. വന്ന് തുറക്കുന്നതാണെങ്കിൽ സീനിയർ പെൺകുട്ടിയാണ്. അപ്പൊ സീനിയർ പെൺകുട്ടീനെ കാണുന്ന നേരത്ത് ഹീറോയിന്റെ മുഖഭാവം ചെറുതായിട്ടൊന്ന് വ്യത്യാസം വരികയാണ്. ഒരു ജലസ് അടിക്കുകയാണ്. എന്തായാലും സീനിയർ പെൺകുട്ടി പറയാണ് ഹീറോ നീ വരുന്ന കാര്യം എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ, എന്നാലും സാരല്ല നീ അകത്തോട്ട് കയറി വാ. ഇതും പറഞ്ഞിട്ട് സീനിയർ പെൺകുട്ടി നമ്മുടെ ഹീറോയിനെ ക്ഷണിക്കുകയാണ് കേട്ടോ വീട്ടിലോട്ട്. അപ്പൊ ഹീറോ എവിടെ പോയെന്ന് ചോദിക്കുന്ന നേരം ഹീറോ ബാത്റൂമിൽ പോയി, അവനെന്തോ വയറ്റിന് സുഖമില്ല, അതുകൊണ്ട് അവന് തേനും ഗ്രീൻ ടീയും കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അപ്പൊ ഇത് കേട്ട ഹീറോയിൻ പറയുന്നുണ്ട് അതായത് തേനിലുള്ള ഷുഗർ വയറിനെ വീണ്ടും കേടാക്കത്തേ ഉള്ളൂ, അത് വീണ്ടും അസുഖം കൂട്ടത്തേ ഉള്ളൂ. എനിക്കറിയില്ല അവരെങ്ങനെ പറയുന്നത്. എന്തായാലും ഹീറോ അങ്ങോട്ട് വരികയാണ് കേട്ടോ. ഹീറോ അങ്ങോട്ട് വന്നിട്ട് ഹീറോയിനോട് സംസാരിക്കുകയാണ്. ഇതേ നേരം ഹീറോയിൻ പറയാണ് നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കാൻ പറ്റത്തില്ല, വേറെ ഒരു പ്രൈവറ്റ് സ്പേസ് വേണമെന്ന്. അങ്ങനെ ഹീറോയും വിളിച്ചുകൊണ്ട് ഹീറോയിൻ അവന്റെ റൂമിൽ വരികയാണ് കേട്ടോ. ഇതേ നേരം ഹീറോ പറയുന്നുണ്ട് ഞാനും അവളും തമ്മിൽ ഒന്നുമില്ല, അവളാണെങ്കിൽ ഓരോ പ്രോജക്റ്റിന്റെ കാര്യം ചോദിക്കാൻ വന്നതാണ്. അപ്പൊ ഹീറോയിൻ പറയുന്നുണ്ട് എനിക്കറിയാം നീ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഇതിനുശേഷം ഹീറോയിൻ അവൾക്കാണെങ്കിൽ അവളുടെ അച്ഛന്റെ ഡയറിയിൽ നിന്ന് ഒരു മൈക്രോ ചിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു മെമ്മറി കാർഡ്. അതെടുത്ത് ഹീറോയിന്റെ കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ് ഈ മൈക്രോ ചിപ്പിനകത്ത് അല്ലെങ്കിൽ ഈ SD കാർഡിനകത്ത് പാസ്വേഡ് ഇട്ടിട്ടുണ്ട്, പക്ഷെ ഇതിനകത്ത് എന്തുവാന്ന് അറിയത്തില്ല, ഇതൊന്ന് ഹാക്ക് ചെയ്ത് തരണമെന്ന്, അതായത് അൺലോക്ക് ചെയ്ത് തരണമെന്ന്. അപ്പൊ ഹീറോ ഒരു ടെക്കിയാന്ന് അറിയാമല്ലോ, അപ്പൊ ഹീറോയ്ക്ക് ഇതൊക്കെ വളരെയധികം എളുപ്പമായിരിക്കും. അങ്ങനെ ഹീറോ ആണെങ്കിൽ ആ മെമ്മറി കാർഡ് വാങ്ങിച്ച് USB കുത്തിയിട്ട് ലാപ്ടോപ്പിൽ കുത്തുകയാണ്. ഇതിനുശേഷം അവൻ അത് ഹാക്ക് ചെയ്യാൻ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ ഹാക്ക് ചെയ്യാൻ കുറച്ച് സമയം വേണം. അങ്ങനെ അവരവിടെ ഇരിക്കുന്ന നേരം സീനിയർ പെൺകുട്ടി ഹീറോയെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഇത് കേട്ട ഹീറോ സീനിയർ പെൺകുട്ടിയുടെ അടുത്തോട്ട് പോകുന്ന നേരം ഹീറോയിൻ അവന്റെ കസേരയിൽ ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഹീറോയിൻ ലാപ്ടോപ്പ് കൂടെ നോക്കുന്നുണ്ട്. അതേ നേരം തന്നെ ഓൺലൈൻ ഫ്രണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. ഓൺലൈൻ ഫ്രണ്ടിന്റെ അടുത്ത് ഹീറോ ലാസ്റ്റ് ആയിട്ട് മെസ്സേജ് അയച്ചത് ഹീറോയിന്റെ അടുത്തൊക്കെ ഈ കാര്യം പറയണമെന്ന് ചോദിച്ചിട്ടാണ്. അപ്പം ഓൺലൈൻ ഫ്രണ്ട് പറയുന്നുണ്ട് ഒരിക്കലും പറയാൻ പാടില്ല എന്ന്. ഇത് നമ്മുടെ ഹീറോയിനാണ് കാണുന്നത്. അപ്പോൾ ചെറിയൊരു വാശി ഹീറോയിൻ ഉണ്ട് കേട്ടോ. എന്തായാലും ഇത് കണ്ട നേരത്ത് ഹീറോയിൻ ആ SD കാർഡ് ഊരിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. എന്നിട്ട് ഹീറോയിനെ കണ്ടിട്ട് പറയുകയാണ് അത് അഴിഞ്ഞില്ല, ഞാൻ ഇവിടെ നിന്ന് പോവാന്ന്. അത് പിണക്കത്തോടെയാണ് കേട്ടോ പറയുന്നത്. ഹീറോ വിചാരിച്ചിരിക്കുന്നത് സീനിയർ പെൺകുട്ടി വീട്ടിൽ വന്നത് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് ഹീറോയിൻ ഇങ്ങനെ പെരുമാറുന്നതെന്നാണ്. എന്തായാലും ഹീറോയിൻ പോയ ശേഷം സീനിയർ പെൺകുട്ടി ഹീറോയിന്റെ അടുത്ത് വന്ന് സംസാരിക്കുകയാണ് കേട്ടോ. പക്ഷേ ഹീറോയ്ക്ക് അവൾക്ക് പ്രോജക്റ്റ് പറഞ്ഞു കൊടുക്കാൻ ഒരു മൂഡില്ല. കാരണം ഹീറോയിൻ പിണങ്ങിപ്പോയില്ലേ, അതുകൊണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ഹീറോ പറയാണ് ഇനി തൊട്ട് നീ റൂമിലോട്ട് വരണ്ട, നിനക്ക്
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നീ എന്റെ ഓഫീസിലോട്ട് വന്നാൽ മതി, ഞാൻ അവിടെ വെച്ച് നിനക്ക് പ്രോജക്റ്റ് ഒക്കെ പറഞ്ഞുതരാം. അപ്പൊ സീനിയർ പെൺകുട്ടി ഓക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ഇതിനുശേഷം ഹീറോയിൻ അവളുടെ ഹോസ്റ്റൽ റൂമിൽ വന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ഇതേ നേരം അവളുടെ ഫോണിലോട്ട് ഹീറോ വിളിച്ചിട്ട് പറയാണ്, നിനക്ക് ആ പാസ്വേഡ് കിട്ടിയോ? അതൊരു 8 ഡിജിറ്റ് പാസ്വേഡ് ആണ്, മിക്കവാറും അതിനകത്ത് ഡേറ്റ് ഒക്കെ കാണുന്നു. അപ്പൊ എന്തോ സ്ട്രൈക്കായ ഹീറോയിൻ ആണെങ്കിൽ ആ ഡയറിയിലുള്ള ഡേറ്റ് ഇല്ലേ, ആ ഡയറിയിൽ കുറച്ച് ഡേറ്റ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു പാസ്വേഡ് ഉണ്ടാക്കുകയാണ്. അത് അടിച്ചു നോക്കുകയാണ്. ഭാഗ്യവശാല് അത് തുറക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ SD കാർഡിൽ എന്തോന്ന് നോക്കുന്ന നേരം അത് വേറൊന്നും അല്ല കേട്ടോ, ഇവർ ഈ കളിക്കുന്ന ഗെയിം ഇല്ലേ അതിന്റെ സെയിം പിക്ചേഴ്സ് ആണ്. കുറെ അധികം ഫോട്ടോ ഉണ്ട് കേട്ടോ, ഓരോ സ്ഥലങ്ങളുടെ ഫോട്ടോയാണ് ആ SD കാർഡിൽ ഉള്ളത്. അപ്പൊ എന്തായിരിക്കും ഹീറോയിന്റെ അച്ഛനും ഈ ടിയാൻജിൻ തമ്മിലുള്ള ബന്ധം? കാരണം ഈ SD കാർഡിൽ കുറെ അധികം ഫോട്ടോ ഇല്ലേ. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നത്. എന്നാ പിന്നെ ഓക്കെ, ബൈ.